നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയിൽ. മുതിർന്ന താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടിക്ക് ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് പറയേണ്ടതാണ്. അത് അവര് തന്നെ വന്ന് പറയേണ്ടതാണ്. ഭർത്താവ് പോട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. രമേഷ് പിഷാരടിയുടെ തനി നിറം പുറത്ത്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ ശ്വേതാമ്മേനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാരണം അവരൊക്കെ കാണുന്നുണ്ട്. എന്നെ എന്തായാലും അറിയാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം ഞാൻ പല വഴിയും കൂടി അറിഞ്ഞ് എന്നെ അറിയാമെന്ന്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ ഇത്രയും വലിയ പ്രമുഖനായിരുന്നു എന്ന്. ഇതിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും ശ്വേതാമ്മേനോട് എൻ്റെ വീഡിയോ കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ ഇല്ല. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേഷ് പിഷാരടി ശ്വേതയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. രമേഷ് പിഷാരടിയുടെ തനി നിറം പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് വന്നിട്ടുണ്ട് മക്കളെ. ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഇപ്പം മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആകെ മൊത്തം പെട്ട് അടപടലം തേഞ്ഞൊട്ടി, സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് വന്ന് അങ്ങനെ ഇങ്ങനെ മൊത്തം തേഞ്ഞൊട്ടി. അപ്പൊ ഇനി ചേച്ചിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തിരിച്ച് സംഘടനയിൽ കയറാൻ വേണ്ടിയിട്ട് ഏത് നാറിയ കളി ഏതറ്റം വരെയും ചേച്ചി കളിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ സർക്കിളിലുള്ള കാര്യം നല്ലോണം എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഏതറ്റം വരെ നാറിയ കളി കളിച്ചിട്ട് തിരിച്ച് സംഘടനയെ കയറാൻ ചേച്ചി ശ്രമിക്കും എന്നതിൽ ഒരു മാറ്റമില്ല. കാരണം അതാനി അടക്കം ഉള്ള സ്പോൺസർഷിപ്പുകൾ കിടക്കേണ്ട 10-15 കോടിയോളം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ അവിടെ വേണം, എങ്കിലേ നമുക്ക് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. കരക്കമ്പിലെ സംസാരമാണ് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ശ്വേതാമേനോൻ ചേച്ചിക്ക് തിരിച്ച് സംഘടനയെ കയറാൻ വേണ്ടിയിട്ട് ചേച്ചി ഇപ്പം കണ്ടെത്തുന്നത് വേറെ ആരെങ്കിലും ഇതിൻ്റെ മുന്നിലിട്ട് കൊടുത്ത് നാറ്റിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞൊഴഞ്ഞ് എനിക്ക് കയറാം, ഈ ഒരു പരിപാടിയാണ് ചേച്ചി നോക്കുന്നത്. റീസെൻ്റ്ലി കുറച്ച് ദിവസം മുന്നേ 2 ദിവസം ബാക്ക് പിഷാരടിയുമായിട്ടുള്ള ശ്വേതാമേനോൻ്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വോയിസ് പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പിഷാരടി പുറത്തു വിട്ടതല്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ആരാ? ശ്വേതാമേനോൻ റെക്കോർഡ് ചെയ്ത് ആ സാധനം പുറത്ത് വിടുന്ന സമയത്ത് ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ശ്വേതാമേനോൻ എന്തോ വലിയ നന്മമരമാണ്, നല്ലവളാണ്, അടിപൊളിയാണ്, ക്ലിയർ ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഇത് പിഷാരടിയോടൊപ്പം സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത സാധനമായിരുന്നു ആ വോയിസ്. പിഷാരടി പോലും അറിഞ്ഞിട്ടില്ല. വളരെ നല്ലവളായിട്ട് സംസാരിച്ച് വളരെയധികം അയ്യോ എന്നുള്ള സെറ്റപ്പിൽ സംസാരിച്ച് നല്ലവളെ പോലെ കറക്റ്റ് ക്ലീൻ ചീട്ട് വെച്ചുകൊണ്ട് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടു. ഓക്കെ, പിഷാരടി അതിനുശേഷം വന്ന് പ്രസ് മീറ്റിൽ എന്താ പറഞ്ഞേ? പ്രസ് മീറ്റിലല്ല, അല്ലാതെ മീഡിയക്കും ബൈറ്റ് കൊടുത്ത സമയത്ത് ഞാൻ അത്രയും പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്, അത്രയും വിശ്വസിച്ച് സംസാരിച്ചതാണ്, ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പിഷാരടി പറഞ്ഞു. പിഷാരടി ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ശ്വേതയ്ക്ക് നെഗറ്റീവായി. പേഴ്സണൽ കോള് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് തൊട്ടിത്തനം കാണിച്ചിട്ടുള്ള ഞാനും എൻ്റെ സുഹൃത്തും വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നാളെ അവൻ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സുഹൃത്ത് ബന്ധം വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും പേഴ്സണലായിട്ട് അത്രയും ഫ്രീഡത്തോടെ എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ സംസാരിക്കുന്നത് ഞാൻ പോലും അറിയാണ്ട് അവൻ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ എന്നോട് കാണിക്കുന്ന തന്തയില്ലായ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി അത് തന്നെയാണ് ആ ചെയ്യുന്നത്. അപ്പോൾ ശ്വേത റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടപ്പോൾ ശ്വേത വിചാരിച്ച ആൾക്കാരെല്ലാവരും ഇപ്പോൾ എടുത്ത് വെച്ച് കൈയടിക്കുക, അയ്യോ ശ്വേതാമേനോൻ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു, തിരിച്ചെല്ലാം മറന്ന് സംഘടനയെ കയറ്റണമെന്ന് നാട്ടുകാർ പറയുമെന്ന് ശ്വേതയ്ക്ക് തോന്നി. എന്നാൽ അത് സംഭവിച്ചില്ല. വീണ്ടും ഇറങ്ങിപ്പോയി. പിഷാരടി വന്നിട്ട് ന്യൂസിന് ബൈറ്റ് കൊടുത്തതോടെ വീണ്ടും പോയി. അങ്ങനെ മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടിയിരിക്കുന്ന സമയത്താണ് മറ്റേ ശിഖണ്ഡി ഇറക്കി കളിക്കുമെന്ന് പറയുന്നത് പോലത്തെ വെറും നാറിയ കളി ഈ ശ്വേത കളിച്ചിട്ടുള്ള. വളരെ പേഴ്സണലായിട്ട് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. ആര്? ശ്വേതാമേനോൻ, രമേഷ് പിഷാരടി. അങ്ങനെ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ സംസാരിച്ച സാധനം, അതിലൊന്ന് ഒരു അശ്ലീല ചൊവ്വ വരുന്ന സാധനം പോലെ തോന്നുന്ന സാധനം ഈ പിഷാരടിക്കെതിരെ എടുത്ത് വച്ചടിച്ച് ശ്വേത പുറത്തു വിട്ടു വീണ്ടും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കണം. വളരെ പേഴ്സണലായിട്ട് ശ്വേതയോടൊപ്പം പിഷാരടി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവരത്രയും ഫ്രണ്ട്ഷിപ്പാണ്. അത് റെക്കോർഡ് ചെയ്യാൻ കാണിച്ച മനസ്സ്, അതിനുശേഷം അതെടുത്ത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റവനെ കുഴി ചാടിപ്പിച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിച്ച ആ മനസ്സ് കണ്ടില്ലെന്ന് ആരും നടിക്കരുത്. വളരെയധികം തൊട്ടിത്തന്നെയാണ് ശ്വേത നീ ചെയ്തിട്ടുള്ളത്. ഞാനുള്ള കാര്യം പറയാം. ഒരു ബഹുമാനം, ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ. ഓക്കെ, ഇപ്പം മനസ്സിലായി എന്താണ് ഏതാണെന്ന്. ഇപ്പം സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റ് ഉള്ളത് കുറച്ചെങ്കിലും അൻസുബയോടൊപ്പമാണ്. ഓക്കെ, ആ പെണ്ണ് ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ഉടായ്പകളെ വലിച്ചീറി ഒട്ടിച്ച് തേച്ചൊട്ടിച്ച് വിട്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞ കാര്യമാണ്. അടുത്ത അൻസുബയെ തകർക്കാൻ വേണ്ടിയിട്ട് പല PR ടീമുകളെ ഏൽപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കരക്കമ്പിൽ സംസാരം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ലക്ഷ്മിപ്രിയ വന്നിട്ട് അൻസുബയ്ക്കെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടു. അവൾ കള്ളുകൂടി മറ്റേ വേവനെയൊക്കെ വിളിച്ച് റൂമിൽ കയറ്റി ഇങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങൾ ആ വഴിക്ക് അടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ തൊട്ടി പരിപാടികളെല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ട്.
ഇപ്പം നിങ്ങൾക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ശ്വേതാ മേനോൻ സേഫ് ആവാൻ വേണ്ടിയിട്ട് രമേഷ് പിഷാരടിയെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പം നാട്ടുകാർ ഈ പാലക്കാടുള്ളവന്മാരെല്ലാം ഇങ്ങനെയാണ്, അവിടെ ഉള്ളവന്മാരെല്ലാം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, രാഹുൽ മാങ്കൂട്ടമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലും ഈ പിഷാരടി അടക്കം മോശമായിട്ട് അടിക്കുന്ന രീതിയിൽ ഈ ശ്വേതാ മേനോൻ ഇട്ടുകൊടുത്തു. പിഷാരടി സംസാരിച്ച് ശരിയാണോ തെറ്റാണോ അതിലോട്ടാണ് അടുത്ത നമ്മുടെ പോക്ക്. എന്തായാലും അതിനു മുന്നേ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ എന്തേ? ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഓക്കെ, പിഷു കുഷു എന്നൊക്കെ വിളിച്ച് പിഷുവിന്റെ അണ്ണാക്കി അടിച്ചു കൊടുത്തിരിക്കുകയാണ് ശ്വേതാ മേനോൻ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പിഷാരടിയുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം ഇവിടെ ഈ ശ്വേതാ മേനോൻ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടോണിലാണ് ശ്വേത സംസാരിക്കുന്നതിന്. അത് എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിയ പിഷാരടി ആയിരിക്കും ഒരു പക്ഷേ വച്ചിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും ഇതിന് ശേഷവും മുമ്പും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ റെക്കോർഡ് ഫുള്ളൊന്നുമില്ല. ഇനി പിഷാരടി ശ്വേതാ മേനോന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് ശ്വേതാ മേനോന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ശ്വേത ഒരിക്കലും പിഷാരടി അടുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിനുശേഷം അവർ സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് വാദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പിഷാരടി അണ്ണാക്കിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എനിക്കും സുഹൃത്തുക്കൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മൾ കോമഡിക്ക് പലതും പറയാറുണ്ട് കേട്ടോ, ഫ്രീഡം കൊണ്ട് പറയാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മൾ വച്ച തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഓക്കെ, അത് ശരിയാണെന്നല്ലേ വാദിക്കുന്നത്. അത്രയും നമുക്ക് വിളിക്കാം, ഇവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളിവിടെ സേഫാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ പറയും. ഓക്കെ, ഞാൻ വിശ്വസിച്ച് പച്ചത്തെറി പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്തുണ്ട്, അവൾ തിരിച്ചും പറയാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പറയും, ഡബിൾ മീനിങ്ങും പറയും, അല്ലെങ്കിൽ പച്ച അവരതൊക്കെ വിളിച്ച് പറയും ചില സമയത്ത്. അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. കാരണം നമ്മൾ അവളെ വേറെ മോശം ഇന്റൻഷനിൽ കണ്ടിട്ടില്ല, അവൾ തിരിച്ചും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ സുഹൃത്തുക്കൾ, ഇപ്പം ഞാനും എൻ്റെ പയ്യന്മാർ സുഹൃത്തുക്കൾ നമ്മൾ എന്നാ തെറികളാണ് വിളിക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പലതും വിളിച്ചു പറയും. അതുപോലെയാണ് എനിക്ക് ആ ഒരു ഫ്രണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ കണ്ട് സംസാരിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പച്ചത്തെറിയൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. എൻ്റെ പെൺപിള്ളേരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമേ സംസാരിക്കൂ. നമുക്ക് ആ ഒരു ബോണ്ട് കണക്ട് ആവണം. ഇവളെടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇവൾ ആ സെൻസിൽ എടുക്കത്തുള്ളൂ എന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അതേ സെൻസിൽ മേ ബി പിഷാരടി പറഞ്ഞതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ശ്വേതാ മേനോന്റെ പഴയ കുറേ സിനിമകളൊക്കെ ഉണ്ട്. ഒന്നും അറിയത്തില്ലായിരുന്നു അല്ലേ, നമ്മളും കണ്ടിട്ടുള്ളത് ആ പടങ്ങളൊക്കെ. ഓക്കെ, അതുകൊണ്ട് വലിയ നല്ല പിള്ള കൊണ്ട് ചെമയല്ലേ ശ്വേത ചേച്ചി, ഉള്ള കാര്യം പറയാം. വലിയ നല്ല പിള്ള, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, ഞാൻ വലിയ നന്മമരമാണ്, ഇങ്ങനെയൊന്നും ചെമയരുത്. അമ്മാതിരി അൽക്കുലത്ത് പടങ്ങൾ അഭിനയിച്ചിട്ട് നിങ്ങളെയൊക്കെ പിടിച്ച് ഇത്രയും വലിയൊരു സംഘടനയുടെ തലപ്പത്ത് പിടിച്ച് ഇരുത്തിയതേ തെറ്റ്. ഇനി കോടതിയിൽ ക്രിമിനൽ കേസ് അടക്കമുള്ള ലക്ഷ്മിപ്രിയ പോലെയുള്ളവരെ നിങ്ങൾ സംഘടനയെ കൊണ്ട് ഇരുത്തിയത് അതിനേക്കാളും വലിയ തെറ്റ്. അപ്പം നിങ്ങൾ വലിയ സ്ട്രൈറ്റ് ഫോർവേഡാണ് എന്നുള്ള സംഭവം നിങ്ങളിവിടെ അടിച്ചു വയ്ക്കുമ്പോൾ തന്നെ ആ കോള് പിഷാരടി തട്ടി മാറ്റുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിഷാരടിക്ക് മനസ്സിലാക്കണം ഇതെന്തോ വള്ളിയാണ്, റെക്കോർഡിംഗ് ആണോ എന്ന് മേ ബി ചിലപ്പോൾ തോന്നിക്കാം. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിഷാരടിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് ശ്വേത വളരെ മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും പിഷാരടിക്ക് അണ്ണാക്കി കൊടുത്തെങ്കിലും ശ്വേത നീ കാണിച്ചിട്ടുള്ള തൊട്ടിത്തനമാണ്.
എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇൻറ്റൻഷ്യലി നമ്മൾ സംസാരിക്കണമെന്നില്ല. ഇപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ എൻ്റെ പെമ്പിള്ളാർ സുഹൃത്തുക്കളടുത്ത് ഞാൻ സംസാരിക്കണ്ട, അത്രയും ക്ലോസ് ആയ മാത്രം, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. പിന്നെ ഇടയ്ക്കും എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളടുത്ത് ഞാൻ പൊടി അലവിലാതി എന്ന് പറഞ്ഞപ്പോൾ അവൾ പിണങ്ങിപ്പോയി. അപ്പം അത് ഓരോരുത്തരുടെ മൈൻഡാണ്, മനസ്സിലായ. നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ബോഡി അലവിലാതി ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ പറയും. ഇപ്പോൾ ചിലവർക്ക് അത് പിടിക്കും, ചിലവർക്ക് അത് പിടിക്കത്തില്ല, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പക്ഷെ പച്ചത്തെറി വിളിച്ചാലും തിരിച്ചും തെറി വിളിച്ച് നിൽക്കുന്ന എനിക്കൊരു സുഹൃത്തുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇതൊരു ആനക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പിഷാരടിയിലോട്ട് കാര്യങ്ങളെ തിരിച്ചു വിട്ട് പിഷാരടി മോശക്കാരനാണെന്ന് ഇന്റൻഷ്യലി വരുത്തി തീർത്തുകൊണ്ട് ശ്വേതാ മേനോന് സ്വയം വെളുത്തിട്ട് വീണ്ടും അകത്ത് കയറാനുള്ള പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൊള്ളാം, തൊട്ടിത്തനങ്ങൾക്ക് ഒരു കുറവുമില്ല തൊട്ടിത്തനങ്ങൾക്ക്. എങ്ങനെയെങ്കിലും തിരിച്ചതിൻ്റെ അകത്ത് കയറണം. 15 കോടി വരാൻ കിടക്കില്ലേ, അത് ശ്വേത കയറിയില്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊക്കെയാണ് കരക്കമ്പിൽ ആൾക്കാർ പറയുന്നത്. എനിക്കറിയത്തില്ല ഏട്ടാ, എന്തെങ്കിലും ആവട്ടെ. പിന്നെ വേറൊരു കേസൊക്കെ കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ ദിവസം ചർച്ച ചെയ്യടെ, എല്ലാം കൂടിയൊക്കെ എടുത്ത് വെച്ച് അടിക്കാനുള്ള സമയമില്ല. ഇനി അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാമേ. മുതിർന്ന താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് പറയേണ്ടതാണ്. അത് അവര് തന്നെ വന്ന് പറയേണ്ടതാണ്. ഇപ്പം എൻ്റെ നിലപാട് ഞാനാണല്ലോ പറയേണ്ടത്. എനിക്ക് പകരം മറ്റൊരാൾ വന്ന് അൻസിബയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ നിലപാട് അറിയിക്കുന്നത് ആ വ്യക്തി തന്നെ വന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനും അവരുടെ നിലപാട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് അറിയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൗനം പാലിക്കുകയാണെങ്കിൽ തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ, അവരിപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അല്ലേ? മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരുപക്ഷെ മൗനം പാലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമായിട്ട് പറയണത്, അല്ലാതെ ഇതായിരിക്കും ഞാൻ ഉറപ്പ് പറയണില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സ്റ്റേറ്റ്മെന്റ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് അറിയില്ല എന്താണ് പറയാത്തതെന്ന്. അതാ ഞാൻ അതായത് ഒരു കാര്യമില്ലാത്ത കാര്യമായത് കൊണ്ടായിരിക്കാം മേ ബി ലാലേട്ടനും മമ്മൂക്കയും ഇതിൽ പ്രതികരിക്കാത്തതെന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അറിയത്തില്ല. അപ്പോൾ അവർ പ്രതികരിക്കാത്തത് ഒരു ഇതാണ്. കാരണം പിന്നെ ലാലേട്ടനും മമ്മൂക്കയ്ക്കായാലും എന്തെങ്കിലും പ്രതികരിച്ച് നാളെ എൻ്റെ നെഞ്ചത്തോട്ട് വരുമോ എന്നുള്ള ചിന്താഗതിയും ചിലപ്പോൾ കാണാം. അതുകൊണ്ട് ആരെയും പിണക്കാതെയും ന്യൂട്രലായിട്ട് ഇങ്ങനെ അറിയാത്ത പോലെ ഇരിക്കുന്നതാണെന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളും പ്രതികരിക്കണം. പ്രതികരിച്ച് ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. നമ്മൾ എന്തിനാ ആരെയാണ് പേടിക്കുന്നത്? സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. ഇവിടെ അൻസിബയുടെ കൂടെ നിന്നെന്ന് വെച്ച് മമ്മൂക്കയ്ക്ക് ലാലേട്ടനും നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല, അത് നമുക്കും അറിയത്തില്ല. അൻസിബ പറയുന്ന പോലെ എനിക്കും അറിയത്തില്ല. എന്തായാലും സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം ഒന്ന് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം ശ്വേതാ മേനോനൊക്കെ ഇപ്പോൾ കാണിക്കുന്ന തൊട്ടി പരിപാടികളൊക്കെ കണ്ടല്ലോ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡുകൾ അടക്കം എടുത്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ശ്വേത ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഡൈവേർട്ടായി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഞൊഴഞ്ഞ് തിരിച്ച് സംഘടനയിൽ കയറാം എന്നുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അന്ന് വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് ഞാൻ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. എന്നിട്ട് പിന്നെ വന്ന് കിടന്ന് എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ രാജി വെച്ചിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് ചുമ്മാ തള്ളി മറച്ച് അവിടെ കിടന്ന് വരവേണ്. എന്തിനാണ് ഈ സംഘടനയൊക്കെ അത് ഇടിച്ചു കയറ്റാൻ ഇത്രയും വലിയ തിടുക്കം കാണിക്കുന്നത്? നാട് നന്നാക്കാനുള്ള ഇതായിരിക്കും അല്ലേ? സംഘടനയിൽ ഇരുന്നും കൊണ്ട് കുറേ പേര് അങ്ങോട്ട് സഹായിക്കാനുള്ള മൈൻഡായിരിക്കും അല്ലേ? ഇതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. സാമാന്യ കോമൺ സെൻസ് വെച്ച് ജനങ്ങളായ നിങ്ങളൊന്ന് ഊഹിച്ചാൽ കാര്യങ്ങൾ പിടികിട്ടും. എല്ലാ ഉടായ്പകളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതൊക്കെ വൻ ഗൂഢാലോചനകളുടെ പദ്ധതികളാണിടേ. ഒരുത്തനെ കരിവാരി തേച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അൻസിബയെ ചെളിവാരി തേച്ച് അൻസിബയെ പൈസ ഇറക്കി ആളെ നശിപ്പിക്കുന്നത് പോലെ പൈസ ഇറക്കി തുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അജണ്ടകളും കീപ്പ് ചെയ്തതായിട്ടാണ് കരക്കമ്പിലെ സംസാരങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം അത് സാധിക്കാത്തതുകൊണ്ട് ഇപ്പം എങ്ങനെയെങ്കിലും വേറെ ഒരുത്തൻ്റെ നെഞ്ചത്ത് വെച്ചും കൊണ്ട് എനിക്ക് സേഫ് ആവാം എന്നാണ് ആലോചിക്കുന്നത് പലരും. ഇപ്പം അജണ്ടയുടെ പിന്നാലെ ആണോ അല്ലയാണെന്നൊന്നും എനിക്കറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടവും പിഷാരടിയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് അവൾക്ക് മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവൾക്ക് പറയാം സ്പോട്ടിൽ, ഷോപ്പിടാ നാറി എന്ന് പറയാം. ഓക്കെ, നീ അമ്മാതിരി അൽക്കുലത്ത് വർത്താനം കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് ഉറപ്പായിട്ട് പറയാം. അത് പറയാത്തടത്തോളം കാലം അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഇതാണ്, അല്ലെങ്കിൽ അവളും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇവിടെ രമേശ് പിഷാരടിയുടെ ഇമേജ് കളഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് സേഫായി മാറാമെന്ന് ശ്വേതാ മേനോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ചൈൽഡിഷ് ആയിട്ടുള്ള ചിന്താഗതി എന്ന് എനിക്ക് പറയാനുള്ളൂ. പലരും രാഹുൽ മാങ്കൂട്ടത്തിനെയും പിഷാരടിയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ നാറി എന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഇന്നും അന്നും എന്നും പറയുന്ന ഒരു കാര്യം, പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ ഒരു സമയത്ത് വന്നിട്ട് അവ മാത്രം നാറിയെന്ന് പറയുന്ന പെണ്ണുങ്ങളാണ് തന്തയ്ക്ക് ഉറക്കാത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ശ്വേതാ മേനോന്റെ ഒരു പോസ്റ്റ് ഒണ്ടേകുള്ള ഞാനൊന്ന് വായിക്കാം.
അമ്മയിലുള്ള മിക്കവരും ഫീൽഡ് ഔട്ട് ആയവരാണ്. ഇവർക്കൊന്നും സിനിമയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ഉണ്ട്. കാരണം ഫീൽഡ് ഔട്ടായ കുറേ പേര് വന്നിരുന്നിട്ട് അൽക്കുലത്ത് പരിപാടികൾ ചെയ്തതായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, അതൊരു സത്യമാണ്. സമ്മതിച്ചില്ലേ? ശരിയാ. സ്ഥിര വരുമാനമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ അമ്മയിലുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനും മരുന്ന് വാങ്ങാനും ഒരു നേരത്തെ ആഹാരം കണ്ടെത്താനും അവർക്ക് ആവുക എന്നതാണ് അമ്മയുടെ സ്ഥാപിത ലക്ഷ്യം. പിന്നെ ഭയങ്കര ലക്ഷ്യമാണ്. ഇതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ലാലേട്ടനും മമ്മൂക്കയും മറ്റ് സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളെയും അവരുടെ സമയവും അധ്വാനവും ചിലവഴിച്ച് അമ്മയുടെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, അമ്പലമാണോ, പള്ളിയാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും നോക്കിയിട്ടില്ല. അങ്ങനെ തന്നെ ഗോവിന്ദ ജാമ്യം കുറച്ച് തരാമെന്ന് പറഞ്ഞു. 5 വൈ ഇരിക്കട്ടെ, നമ്മളൊന്നും നോക്കിയിട്ടില്ല. കാശ് പറ്റി കഴിഞ്ഞാൽ കണ്ണു മഞ്ഞളിക്കും, ആര് തരണം പോലും നോക്കൂല. സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരേ മനസ്സോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അമ്മയുടെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ ചില കുറ്റാരോപിതർ മുൻപ് നടത്തിയ സാമ്പത്തിക തിരിമറികൾ ഞാൻ കണ്ടെത്തി. വാവ്, അമേസിങ്. ആ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്നെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത്. ജനറൽ ബോഡി മീറ്റിംഗിൽ എന്നെ കൈയേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് ഞാൻ അമ്മയിൽ നിന്ന് പിന്മാറുന്നതിനെ പറ്റി ചിന്തിച്ചത്. പിന്മാറിയ ആ വഴി അങ്ങ് പോകണം, പിന്നെ കിടന്ന് മെഴുകുന്ന എന്തിനാ? ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിൽ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാവില്ല എന്നാണ് ഞാൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയം മുതലേ കിടന്ന് കറങ്ങുക. ഇതാരാ പവർ ഗ്രൂപ്പ്? എന്താ പവർ ഗ്രൂപ്പ്? നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറ, മനസ്സിലാകും. എന്തിന് ലാലേട്ടൻ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയില്ലേ? ഈ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിന് ചീത്തപ്പേര് കേൾക്കണം എന്ന് ലാലേട്ടൻ വരെ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലും എൻ്റെ പോരാട്ടം ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടത്തിനോ ആയിരുന്നില്ല. അമ്മയിൽ സാമ്പത്തിക തിരിമറി നടത്തിയവർക്കെതിരെയും ചില കുറ്റാരോപിതർക്കെതിരെയുമാണ് എൻ്റെ പോരാട്ടം. നുണക്കഥകൾ പ്രചരിപ്പിച്ചും അപകീർത്തിപ്പെടുത്തിയും എന്നെ നിശബ്ദയാക്കുമെന്ന് അവർ കരുതുന്നു. എന്നെക്കുറിച്ച് എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും എത്ര അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. കാരണം ഇത് അമ്മയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഇനി ഞാൻ ഇതിൽ തോറ്റുപോയാലും സാരമില്ല. കാരണം ഈ പോരാട്ടത്തിലൂടെ ആ പവർ ഗ്രൂപ്പ് അമ്മയുടെ മെമ്പേഴ്സിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ്. അതിന് രാജിവെച്ചല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ പ്രസിഡന്റായി? ഓക്കെ, തള്ളി അങ്ങ് മറിയുവാണ്. എന്തായാലും കൊള്ളാടെ ശ്വേത ചേച്ചി. പിഷാരടിയുടെ നെഞ്ചത്തെല്ലാം കൂടി എടുത്തിട്ട് കൊടുത്ത് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ നോക്കി വീണ്ടും മൂഞ്ചുന്ന അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിഷാരടി ഇപ്പോൾ കാട്ടുകോഴിയാണ്. രാഹുൽ മാങ്കൂട്ടമായിട്ട് കമ്പയർ ചെയ്ത് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. എനിക്ക് വിയോജിപ്പ് മാത്രമാണ്, ഞാൻ അതിൽ യോജിക്കത്തില്ല. എങ്ങനെയാണ് പിഷാരടി തെറ്റുകാരനാവുന്നത്? അവർ തമ്മിൽ പരസ്പരം വളരെ സ്നേഹത്തോടെ സംസാരിച്ച വോയിസിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പിഷാരടി മോശക്കാരനാണെന്നുള്ള രീതിയിൽ നാട്ടുകാർ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് ഉണ്ടാക്കി പുറത്തോട്ട് ഇട്ടിട്ട് സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ശ്വേതാ മേനോനെ പോലെയുള്ളവരെ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും നോക്കാം, വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ കുരുക്കാൻ ശ്രമിക്കും. അതുപോലെ എന്നെ പല യൂട്യൂബേഴ്സിനെയും കുരുക്കിയേക്കാം. ഒരുപക്ഷെ നാളെ മുതലൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്കൊക്കെ അതിൽ പങ്ക് കാണും എന്നുള്ളൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. എന്തായാലും സത്യത്തിനും ന്യായത്തിനും നീതിക്ക് വേണ്ടി പോരാടും. ബിഗ് സല്യൂട്ട്. പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.